ഹലോ ഗായ്സ്, ഇന്ന് ഷാറുവിന് വേണ്ടി വീഡിയോ എടുക്കുന്നത് ഷാറുവിന്റെ ഇക്കയായ ഞാനാണ് ഇവൻ പറയുന്ന ഈ മുത്തുക്കുട്ടി. ഇതെന്റെ സൽപുത്രൻ എമിൻ ഐബക്. ഞങ്ങള് പ്രിയമാമിക്ക് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ലൈസൻസ് കിട്ടിയതിന്റെ ചെലവ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ മാമിയുടെ വക ഒരു ഗ്രാൻഡ് പാർട്ടി ഉണ്ട്. അതിനുവേണ്ടി ഞാന് ഷാറു ഇന്നവൻ തന്നെ വണ്ടി ഓടിക്കുന്നുണ്ട്. പിന്നെ ഇത് എമി, ഇച്ചു, ഷണമോൾ ആൻഡ് തെച്ചുകുട്ടി. അയ്യോ, തെച്ചുകുട്ടിനെ കാണാനില്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. എമി ഒരു ഹായ് പറഞ്ഞേ. മതി. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ UAE ലൈസൻസ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ള വാല്യൂ ഉള്ളതെന്നാണ് ഇവിടെ ദുബായിക്കാർ പറയാം. അപ്പൊ ഫസ്റ്റ് ടെസ്റ്റിൽ കിട്ടാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ട് ഇവിടെ ദുബായില് ലൈസൻസ്. അപ്പൊ മാമിക്കൊരു കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അതെ, അങ്ങനെ മാമി കുറെ നാളത്തെ എഫർട്ട് ഇട്ടിട്ട് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ അത് കിട്ടി എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ്. അങ്ങനെ മാമിക്ക് ലൈസൻസ് കിട്ടി. അപ്പൊ ഇന്ന് മാമിയുടെ വക അതിന്റെ പാർട്ടിയാണ്. അതും ചെറിയ പാർട്ടി ഒന്നല്ല, ഗംഭീര ഗ്രാൻഡ് പാർട്ടി. അപ്പൊ അതിനു വേണ്ടിയാട്ടോ നമ്മളെല്ലാരും പോണ്. നമ്മൾ മാത്രല്ല, മാമിയൊക്കെ അവിടുന്ന് വരും, പിന്നെ ഇത്ത അലിയൻ ഫാമിലി അവിടുന്ന് വരും, പിന്നെ നമ്മള്. അത്ര പേരാട്ടോ പാർട്ടിയിലുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഇനി മെയിൻ പരിപാടി ഉണ്ട്. പാർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വീഡിയോ മാമി സ്വന്തമായിട്ട് ഒരു മിനി കൂപ്പർ അല്ലെങ്കിൽ നിസാൻ പെട്രോൾ എടുക്കുന്നതാണ് പറഞ്ഞേക്കണത്. അപ്പൊ നിസാൻ പെട്രോൾ അല്ല, ഇപ്പൊ ലാൻഡ് ക്രൂസർ ആണ്. ലാൻഡ് ക്രൂസർ. അപ്പൊ LC 300 തന്നെ എടുക്കുക. അപ്പൊ നമ്മൾ അതിന്റെ റിവ്യൂ ഉണ്ടാവും, നമ്മളെ ഓടിച്ചു നോക്കുന്ന വീഡിയോകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനിയുള്ള വ്ളോഗില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും വരിക. ഫുൾ ഓൺ. അയ്യോ, ആ കാണുന്നതാണ് നമ്മളുടെ എമിറേറ്റ് സിറ്റി. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു രസം. ഇതാട്ടോ നമ്മുടെ ഫ്ലാറ്റ്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇന്ന് എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഷാറു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ എൻ്റെ പറഞ്ഞുതരാം. ഞാന് 2014 UAE വരുന്നത്. 2015 തുടക്കത്തിലൊക്കെ ആയിട്ടാണ് ലൈസൻസ് എടുക്കുന്നത്. ഇപ്പൊ 10 വർഷം ആയി ലൈസൻസ് ഞാനിവിടെ കിട്ടിയിട്ടും. 10 വർഷമായി ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ടും. വന്ന ടൈമിലൊക്കെ UAE വണ്ടി ഓടിക്കുക എന്നൊക്കെ ഉള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു. ലൈസൻസ് എടുക്കുക, വണ്ടി ഓടിക്കുക, അതൊക്കെ ഒരു വലിയൊരു സ്വപ്നത്തിന്റെ ഭാഗമായിരുന്നു. അതൊക്കെ അൽഹംദുലില്ലാ നടന്നു. സ്വന്തമായി വണ്ടി വാങ്ങാൻ പറ്റി. അതൊക്കെ അൽഹംദുലില്ലാ. അപ്പോ അന്നൊക്കെ ലൈസൻസ് എടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ലൈസൻസ് എടുക്കുന്നത് അത്യാവശ്യം ചെലവുള്ള കാര്യമാണല്ലോ. അന്നൊക്കെ സാലറി കുറവായിരുന്നു. അപ്പോ ലൈസൻസ് എടുക്കാനൊക്കെ ആയിട്ട് കുറെ ഓടിയിട്ടുണ്ട്. അതിൽ എന്നെ സപ്പോർട്ട് ചെയ്തത് സല്ലുബായി ആണ്. സല്ലുബായിനെ വ്ളോഗില് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ സല്ലുബായി വന്നിട്ടില്ല അല്ലെ? സല്ലുബായി വരുന്ന വ്ളോഗുകളിൽ വരുന്നതായിരിക്കും. അപ്പൊ സല്ലുബായി ഏതെങ്കിലും ഒരു വ്ളോഗിൽ പ്രത്യക്ഷപ്പെടുമ്പോ ഷാറു ഈ ഇതില് പരിചയപ്പെടുത്തും. സല്ലുബായി ആണ് ലൈസൻസ് എടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തതും കൊണ്ടുപോയിരുന്നതും. അന്ന് ഞാൻ ജബലലിയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ ജബലലിന്ന് എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അൽനാദ ഇതിലാണ് ഞാൻ പഠിച്ചിരുന്നതൊക്കെ. അപ്പോൾ അവിടേക്ക് വരണമെങ്കിൽ മെട്രോയിൽ വരണം. അപ്പോൾ മെട്രോയിൽ വരും. പിന്നെ നോമ്പായിരിക്കും. നോമ്പിന്റെ ഒരു ടൈമിലാണ് ഞാൻ അന്ന് ലൈസൻസ് എടുത്തിരുന്നത്. അപ്പോൾ ജോലിയുടെ ഇടയിൽ ആണ് വരിക. അപ്പോൾ ഞാൻ ജോലി എളുപ്പത്തിനാക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് ഡ്യൂട്ടി ആക്കും. നൈറ്റ് ഡ്യൂട്ടിന്ന് കഴിഞ്ഞ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ജബലലിന്ന് അൽനാദയിലേക്ക് വരും. അങ്ങനെയാണ് ലൈസൻസ് ഒക്കെ എടുത്തത്. അങ്ങനെ ലൈസൻസ് കിട്ടി. പിന്നെ അങ്ങനെ ഇപ്പൊ ഇവിടം വരെ എത്തി. അൽഹംദുലില്ലാ. എല്ലാം ഓർക്കുമ്പോൾ നല്ലൊരു അനുഭവമാണ്. ഇതിലെ ആദ്യം ഇത്താടെ അവിടേക്ക് പോയിരുന്നതാണ് എന്നും. ഇപ്പൊ കുറെ നാളായി ഈ വഴിയൊക്കെ വന്നിട്ട്. ഇത് കിങ് ഫൈസൽ റോഡാണ്. ഇന്ന് ഷാറു ആണ് ഡ്രൈവർ. ഞങ്ങളുടെ സ്പൾബർ ഷാറുവിനേക്ക് മാറ്റി. ഇനിയിപ്പോ അവനും വഴിയൊക്കെ പഠിക്കണം. വഴി തെറ്റി അവിടെ പഠിക്കുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ വണ്ടി ഓടിച്ച് വഴി തെറ്റി തന്നെ അവൻ പഠിക്കും. എന്തായാലും പഠിക്കും.
വണ്ടി ഓടിക്കാണ്ട് നമ്മങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ആ സുഖം കിട്ടാൻ എനിക്കിഷ്ടം. വലിയ താല്പര്യ ആവശ്യമില്ല. അത്ര സുഖം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. സനമോൾക്ക് ഷാറുവിന്റെ കൂടെ ഒറ്റയ്ക്ക് പോണെന്നാ പറയണത് എപ്പോഴും. അപ്പൊ സനമോൾക്ക് ഷാറും സനമോളും ലവ് അടിച്ച് നടക്കാൻ വേണ്ടിട്ട് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യണതാ. പിന്നെ ഇത് ഇഷാന് എപ്പോഴും ഷാറുവിന്റെ കൂടെ നടക്കണം. അപ്പൊ സനമോള് നടക്കുന്നത് ഇഷ്ടമല്ല. ഇവര് തമ്മിലൊരു തീരുമാനത്തിലെത്തണം. പിന്നെ എമി ആസ് യൂഷ്വൽ ബിസിയാണ്, കാർട്ടൂണും ഇതൊക്കെ ആയിട്ട്. തെച്ചുകുട്ടി പിന്നെ ഷായി ആകെ പ്രശ്നം എന്നാ പറയണത്. എമി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മൊത്തം മൾട്ടി ടാസ്കിങ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു വീട്ടില് 2 യൂട്യൂബറാ. അപ്പൊ തെച്ചുവിന് വേണ്ടി ഷോർട്സ് ഒരു കയ്യിലെടുത്തോണ്ടിരിക്കുന്നത്, എനിക്ക് വേണ്ടി വീഡിയോ വേറൊരു കയ്യിലെടുത്തോണ്ടിരിക്കുന്നത്. മുത്തുന് വണ്ടി ഓടിച്ചാൽ മതി, അപ്പൊ ഇത്ര ടെൻഷനില്ലേ? ഈ റൈറ്റ് അല്ലല്ലോ, ലെഫ്റ്റ് പോട്ടെ, അങ്ങടല്ലേ പോണ്ടത്. നമ്മത് ഏകദേശം റെസ്റ്റോറന്റിന്റെ അടുത്ത് എത്താറായി. അങ്ങനെ 2 വണ്ടിയും കൂടി വരാനുണ്ട്. മാമ ഫാമിലി ഒരു ടീമായിട്ട് വരും, പിന്നെ ഇത്താലിയൻ അവരും വരും. എത്താറായില്ലേ? പാർക്കിംഗ് ഉണ്ടായാൽ മതിയായിരുന്നു. പാർക്കിംഗ് ഒരു വിഷയമാണ് ഇവിടെ. പാർക്കിംഗ് തപ്പി ഇതൊരു പാർക്കിംഗ് അല്ലേ? അതൊരു പാർക്കിംഗ്. അവിടെ എത്താനായി 100 മീറ്ററോളം. അപ്പൊ ഇട്ടൂടെ കേറ്റിട്ടോ. അവിടെ ഇറങ്ങിയപ്പോ എമ്മി ടോയ്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ മടിയായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ കേട്ടോ നമ്മുടെ ഇന്നത്തെ പാർട്ടി. ഇച്ചു നമ്മളവിടെ നിൽക്കാവുന്നതാ. അത് കാരണം ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇച്ചു മാത്രം ഇന്നൊരു വെറൈറ്റി ഡ്രസ്സിൽ ഇറങ്ങിയേക്കും. ഇച്ചുവിൻ്റെ ഉപ്പയും വരുമ്പോൾ ഡ്രസ്സായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സ്പോൺസർ ചെയ്യണ മാമി എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് കയറാം. കാരണം പുറത്ത് നല്ല ചൂടാ, അത് കാരണം പുറത്ത് നിൽക്കാൻ പറ്റില്ല. മാമി ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എമ്മി ഹാപ്പി അല്ലേ? എമ്മി ഓക്കെ പറ, ഓൾ ഓക്കെ പറ. ഓക്കെ, ഒരു ഐ ലവ് യു പറഞ്ഞു. ഒരു ഐ ലവ് യു പറഞ്ഞു. ആ ഇതാണ് നമ്മുടെ മാമി. നമ്മളെ പാർട്ടി സ്പോൺസർ ചെയ്യുന്ന മാമി വന്നു. ഇത് മമ്മു, ഇത് മാമ. മാമിനെ പറ്റിയുള്ള വ്ളോഗാട്ടെ മാമി. മാമി ഓടിച്ചിട്ടാണോ വന്നേ? ഇന്ന് മാമ. ശരി. എങ്ങനെ ഉണ്ടായി മാമി? മാമിയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തേ. എക്സ്പീരിയൻസ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാരണം ഒരു കാര്യം ഉറപ്പിച്ചിട്ടാ പോയിണ്ടായത്. അതെന്ത് കാര്യമായിരുന്നു? പക്ഷെ അത് നടന്നില്ല, അതിന്റെ ഓപ്പോസിറ്റാ കിട്ടിയത്. അപ്പൊ അത് കാരണം ഭയങ്കര സന്തോഷമായി. നമ്മള് നേരത്തെ പറഞ്ഞ ലൈസൻസ് എടുക്കല് ഭയങ്കര ടഫാട്ടാ. മാമി തോൽക്കുന്നു വിചാരിച്ചിട്ട് പോകുന്നു മാമി വിചാരിച്ച്. പക്ഷെ മാമി വൻ വിജയകരമായിട്ട് ലൈസൻസ് നേടിയിട്ട് വന്നേക്കണം. മാമിന് ഏത് കാർ വാങ്ങാൻ പോകുന്നു? മാമി അതും കൂടി പറ. ലാൻഡ് ക്രൂസർ. അടുത്തൊരു പാർട്ടി ഞങ്ങള് നേരത്തെ വ്ളോഗിൽ പറഞ്ഞു. ഒന്നില് മിനി കൂപ്പർ അല്ലെങ്കിൽ മിനി കൂപ്പർ സെക്കൻഡ് ടെസ്റ്റിൽ പാസ്സായാലും ലാൻഡ് ക്രൂസർ. മാമ തീരെ വിചാരിച്ചില്ല. പിന്നല്ലാണ്ട് LC300 ഏറ്റവും
അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ, കാരണം ഇനി 1 വീഡിയോസ് വരാൻ പോണു. LCയുടെ റിവ്യൂ, LC എന്നിട്ട് ഓടിക്കുന്ന നമുക്ക് ഇവിടെയൊക്കെ പോണ്ടേ, ഡെസർട്ടിലൊക്കെ പോയിട്ട് ഗംഭീര വ്ളോഗ്സ് ആണ് വരിക. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളാം. എന്താ പറയാനുള്ളത്? മമ്മൂന് ഏത് കാർ എടുക്കുന്ന ആഗ്രഹം? അല്ല ഇപ്പൊ അത് മമ്മൂന് ലൈസൻസ് കിട്ടുന്ന ഇപ്പൊ ഈ ഐക്ക് നിസാൻ പെട്രോൾ. അതൊന്നും എനിക്ക് നിന്ന് കോർണറിലൊന്നും മാറ്റിക്കോ. അല്ല അത് വീഡിയോസില്ല. Yes. Which PC like you take? ബിരിയാണിയാണോ? സന മറ്റോ ഷോർട്സ് എടുക്കുക. അടുത്തത് നമ്മൾ ലക്ഷ്യം വെച്ചേക്കുന്ന ഫിഷ് ആട്ടാ. മമ്മൂതി മമ്മൂതി എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചു. മമ്മൂതി ഫ്രൈഡ് പ്രോൺസ് ബീഫ് ചില്ലി, ബട്ടർ ചിക്കൻ. ഞാൻ എടുത്തോളാം, ഞാൻ ഇത് കഴിഞ്ഞിട്ട് എടുത്തോളാം. അത് കോൺ എടുത്തോ. ബട്ടർ മെല്ലൊന്നും വേണ്ട. ഞങ്ങളുടെ മെയിൻ ഫുഡ് ഡി കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് ഞങ്ങളുടെ ഫേവറേറ്റ് സെക്ഷനിലേക്ക് പോണത്. മുത്തുമാമക്ക് കുറച്ചെടുക്കാൻ വെച്ചോ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് കഴിയാട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇരുന്നിട്ടാണ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണമായി. ടീംസുകൾ കുറേ ഇങ്ങനെ ബാക്കിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പോവാണ്. ബൈ പറഞ്ഞോ. Bye.